ഞാൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമോ ഞാൻ ആരാണെന്ന്? കണ്ടിട്ടെന്ന് തോന്നുന്നു, തൊപ്പിയൊക്കെ കണ്ടിട്ട് ആക്ടറാണെന്ന് തോന്നുന്നില്ലേ? ആക്ടർ തന്നെയാണ്. പേടിയാണ് എല്ലാവർക്കും, അതുകൊണ്ട് ചാൻസ് തരാറില്ല. പിന്നെ ചെറിയ ചെറിയ റോൾസ് ഞാൻ പോകാറില്ല. നായകൻ അത് കോസ്റ്റ്ലി അതുകൊണ്ട് വിളിക്കാറില്ല. അപ്പോൾ ഇതൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല, വേറൊരു പ്രൊഫഷനാണ് എൻ്റേത്. മ്യൂസീഷ്യൻ, സിംഗർ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മേക്കർ, ലിറിക്സ് റൈറ്റർ, കമ്പോസർ, ഡയറക്ടർ, ഷോർട്ട് ഫിലിം ഡയറക്ടർ. 2 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായി? ആക്ടർ, മ്യൂസീഷ്യൻ, സിംഗർ, BGM മേക്കർ, ഡയറക്ടർ, ഷോർട്ട് ഫിലിം മേക്കർ. ഫിലിമിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ കട്ട് ചെയ്ത് പറഞ്ഞു. അത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ? അല്ല, അവർ ഞാൻ രക്ഷപ്പെട്ടു പോയ പ്രശ്നമല്ല. അതുകൊണ്ട് അവർ കട്ട് ചെയ്ത് ഒത്തിരി ഫിലിമിലും ഒക്കെ ഞാൻ പോയി ടിക്കറ്റ് എടുത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ആക്ടിങ് അത്രത്തോടൊന്നും അവർക്ക് എന്നെ അങ്ങോട്ട് കണ്ടിട്ട് പിടിച്ചില്ല. നിങ്ങൾക്ക് പിടിക്കുന്നുണ്ടോ എന്നെ കണ്ടിട്ട്? എന്ത് തോന്നുന്നു? ആക്ടറാണോ, ഹീറോ ആണോ, അത് ജൂനിയർ ആർട്ടിസ്റ്റാണോ? പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നത് അവർക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ജലസ്. ഇത് ദില്ല് ഹൃദയം നല്ലതായിരിക്കണമെന്ന് പറയാറില്ലേ? അത് അവർക്ക് പറ്റില്ല. അതിൻ്റെ പിന്നെ കുറേ സെലിബ്രിറ്റീസ് ഉണ്ട്, അവർക്കതൊട്ട് സഹിക്കുന്നില്ല. അതുകൊണ്ട് അവരോട് പറയും, വേണ്ട, കട്ട് ചെയ്ത് മാറ്റിക്കും എന്ന് പറയും. അതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഹീറോ ആവേണ്ടതാണ്. നിങ്ങൾക്ക് തോന്നുന്നില്ല ഇത്? നിങ്ങൾക്ക് തോന്നുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്നൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിലെ ഒരു ഹീറോ ഇല്ലേ, തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിലല്ലേ, പുള്ളി പറയുന്ന ഒരു തവണ സുന്നാൽ 100 തവണ സ്വന്ന മാതിരി. അതുപോലെ എൻ്റെ ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ 100 കംപ്ലൈൻറ്റ് മാതിരി. അപ്പോൾ 100 കംപ്ലൈൻറ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കൂടെ പോകണം. വീഡിയോ കൂടെ പോകാൻ പറ്റുമോ? ഇല്ല. വീഡിയോ കാണണം. കണ്ടു കഴിഞ്ഞാൽ പോരാ, കേൾക്കണം. കേട്ടാൽ പോരാ, ശ്രദ്ധിക്കണം, മനസ്സിലാക്കാനും കൂടെ ശ്രമിക്കണം എന്താണ് ആക്ച്വലി കംപ്ലൈൻറ്റ്സ്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണെന്ന്. അപ്പോൾ ആക്ടിങ്ങിന് ഞാനൊരു ആക്ടറാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം, ആക്ടിങ്ങിന് വിളിക്കുക. പക്ഷേ റെമ്യൂണറേഷൻ, ദാറ്റ് ഈസ് ഐ വിൽ ബി വെരി കോസ്റ്റ്ലി ഫോർ ദം, ബട്ട് നെഗോഷ്യബിൾ, ബാർഗനിങ് ഈസ് പോസിബിൾ. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ പേര് റെജി മാത്യു എന്നാണ്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഐ ഡി എല്ലാം വ്യത്യസ്തമാണ്. റെജി IPS എന്നാണ് ഒരു ചാനലിൻ്റെ ID. വേറൊരു ചാനലിൻ്റെ ID എന്ന് പറഞ്ഞാൽ റെജി മാത്യു പൊൺത്രയൽ. ഇതേ പേര് വെച്ച് തന്നെ വേറൊരു ചാനലും കൂടെ ഉണ്ട്. അതിൽ മാത്യുവിനും പൊൺത്രയിലും ഇടയ്ക്കൊരു കൂത്തുണ്ട് ഡോട്ട്, റെജി മാത്യു .പൊൺത്രയൽ. അങ്ങനെ 3 ചാനലുകൾ അവൈലബിൾ ആണ് യൂട്യൂബിൽ. അത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതിനകത്ത് പ്ലേലിസ്റ്റ് കാണാൻ മറക്കരുത്. പ്ലേലിസ്റ്റിലാണ് മുഴുവൻ സോങ്, 660 പാട്ടുകളോടുമുണ്ട്. അതിൽ കൂടുതലും ചിലപ്പോൾ കാണാം. അപ്പോൾ പ്ലേലിസ്റ്റിൽ ഒത്തിരി ജനറൽ വീഡിയോസ് ഉണ്ട്, ആക്ടിങ് ഉണ്ട്, സ്റ്റോറീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. മൂവി സ്റ്റോറീസ് ഇട്ടിട്ടുണ്ട്, ഷോർട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ഇട്ടിട്ടുണ്ട്, മൂവി സ്ക്രിപ്റ്റ്, അങ്ങനെ ലിറിക്സ്, അങ്ങനെ സോങ്സ്, ജനറൽ വീഡിയോസ്, സയൻറ്റിഫിക് ഇൻവെൻഷൻ, അങ്ങനെ ഒത്തിരിയധികം സംഭവങ്ങളുള്ള ചാനലാണ് എൻ്റേത്. ചിലപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. അത് എല്ലായിടത്തും ഉള്ള സംഭവം തന്നെയാണ്. ഒരു ഫാമിലിയിലും ആർക്കും എപ്പോഴും എല്ലാവരെയും ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ എല്ലാ ഫിലിം ഉണ്ടാക്കുന്നവർക്കും എല്ലാ ഫിലിം കാണുന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്ന് ഇല്ല. ഉണ്ടാക്കുന്ന എല്ലാ പടവും എല്ലാ പാട്ടും ഹിറ്റാവണമെന്ന് ഇല്ല. അതുപോലെയാണ് എൻ്റെത്. എൻ്റെ ചാനലിലുള്ളത് നല്ല വീഡിയോസ്, നല്ല സോങ്സ്, നല്ല പാട്ടുമുണ്ട്, കൊള്ളാത്തതും കൊണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് അറിയണ്ടേ? അതിനുവേണ്ടി എൻ്റെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ
ഞാൻ എൻ്റെ ഒരു ആക്ടിങ് ടാലൻറ്റ് ഇതുവരെ നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ ഷോർട്ട് ഫിലിം ദൂരം ഡേ 3 1 ഷോർട്ട് ഫിലിം, അനന്തര ഇടുക്കി ഹൗസ് മെമ്മറീസ് 2ാമത്തെ ഷോർട്ട് ഫിലിം. അത് പ്ലേലിസ്റ്റിൽ ഉണ്ട്, ഷോർട്ട് ഫിലിം പ്ലേലിസ്റ്റിൽ. അപ്പോൾ അത് നിങ്ങൾ കാണണം. പക്ഷേ അതിനകത്ത് ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ആക്ടിങ്ങിൻ്റെ ആ ഒരു പ്രൊഫഷണലിസം നിങ്ങൾ കാണാൻ പറ്റില്ല എങ്കിലും ഒരു ചെറിയ ടാലൻറ്റ് എൻ്റെ എവിടെയോ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. പിന്നെ ഈ വില്ലനും നായകനും തമ്മിലുള്ള ഒരു വില്ലൻ്റെ കഥാപാത്രമാണെങ്കിൽ ഞാൻ നിങ്ങളോട് തന്നെ അല്പം ഒന്ന് എക്സ്പ്രഷൻ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നും. അതാണ് വില്ലൻ. ആ വെറുപ്പിനെയാണ് വില്ലൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവും? നിങ്ങൾക്കിപ്പോൾ എന്നെ വെറുക്കാൻ തോന്നുന്നില്ലേ? അത് തന്നെയാണ് ക്യാരക്ടർ. വെറുക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിങ് എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളും വെറുക്കും. നിങ്ങളുടെ മരിച്ചു വേറെ അവർ കണ്ടാൽ പോലും വെറുക്കും. അപ്പോൾ ഹീറോ എന്ന് പറഞ്ഞാൽ വളരെയധികം നല്ല ഇഷ്ടം തോന്നുന്നു. വളരെ ആ സ്മൈൽ, ഒരു ഇമോഷണൽ ഫീലിങ്സ് ആങ്കർ. എന്നാൽ എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലെന്ന് പറയുന്നത് പോലെയല്ല, അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരിയധികം സംഭവങ്ങൾ, ക്യാരക്ടറൈസേഷൻ ഇൻ ദ ഫിലിം. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിലൊന്നും വിചാരിക്കുന്ന രീതിയിലല്ല എൻ്റെ ആ ക്യാരക്ടർ വരുമ്പോൾ തന്നെ അതിൻ്റെ ഒത്തിരിയധികം കാര്യങ്ങൾ മാറണം. മാറിയില്ലെങ്കിൽ ക്യാരക്ടർ ആകാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ തന്നെ ഞാനൊരു ഹീറോ ആയിട്ടില്ലേ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ സംഭവങ്ങളൊക്കെ കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്ത് തോന്നും ഞാൻ ഒരു ആക്ടറാണെന്ന്? ഹാഫ് ഓർ ഫുൾ ഓർ മീഡിയം ഓർ ബേസ് ലെവൽ? വാട്ട് യുവർ എക്സ്പെക്റ്റേഷൻ? എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നോട്ട് പ്രോബ്ലം. പക്ഷേ എന്തായാലും ഞാൻ ഐ വിൽ ഗോ ഫോർവേഡ് ആൻഡ് യു വിൽ ബി ഫോളോഡ് ബൈ മീ. എൻ്റെ ഇനിയുള്ള കംപ്ലൈൻറ്റ്സ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അടുത്ത് ഫുള്ളും കാണുക, എന്നാലേ കംപ്ലൈൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയണ്ടേ. അങ്ങനൊരു സംഭവം ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് അവസാനം വരെ കാണണം. ഒരു 10-20 മിനിറ്റ് 25 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ എനിക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. പേഷ്യൻസ് കാണിക്കണം, എന്നാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ റെജി മാത്യു എൻ്റെ പേരാണ്. എൻ്റെ ചാനലെല്ലാം അറിയാമല്ലോ, ഓർമ്മയുണ്ടല്ലോ. റെജി IPS എന്നാണെന്ന് അറിയാം. റെജി മാത്യു പൊണ്ടറ. എൻ്റെ ഫേസ്ബുക്ക് റെജി മാത്യു പൊണ്ടറ എന്നാണ്. One more name is there, Argentinian Reggie. That is my nickname. That is in Facebook. So you can message me, you can contact me. I have given my all address and telephone, mobile number. Everything is there in this my channels and Facebook. Thank you for watching. Please watch entire video. Thank you.